നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അഴിമതി രഹിതമാവണം പാലക്കാട് നഗരസഭ. ഡോക്ടർ MN അൻവറുദ്ദീൻ. അഴിമതി രഹിതമായി പാലക്കാട് നഗരസഭ ആരു ഭരിക്കണമെന്ന് പാലക്കാട് മുന്നോട്ട് സാരഥി ഡോക്ടർ MN അൻവറുദ്ദീൻ അഭിപ്രായപ്പെടുന്നു. അഴിമതി നടത്തില്ലെന്ന് ഉറപ്പും വിശ്വാസവുമുള്ള 5 സ്ഥാനാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി പാലക്കാട് മുന്നോട്ട് വന്നിരിക്കുന്നു. അഴിമതി കണ്ട് മടുത്തു. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ തങ്ങൾ എത്തിയിരിക്കുന്നതെന്ന് ഡോക്ടർ അൻവറുദ്ദീൻ അഭിപ്രായപ്പെട്ടു. തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയാണ് പാലക്കാട് മുന്നോട്ട് കാഴ്ചവെച്ചത്. പാലക്കാടിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയായി തുടങ്ങിയ ഒരു പ്രതികരണ പ്രസ്ഥാനമാണ് പാലക്കാട് മുന്നോട്ട്. നാളിതുവരെ ഞങ്ങൾ പാലക്കാടുകാരുടെ നന്മയും മാത്രം ലക്ഷ്യമാക്കിയുള്ള സേവന പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ പരിസ്ഥിതി വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ഇത് പാലക്കാട് മുന്നോട്ടിൻ്റെ 25ാം വർഷമാണ്. ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയിട്ട് 2000-ൽ തുടങ്ങിയതാണ്. രജത ജൂബിലി വർഷമാണ്. ഞങ്ങൾ ഈ പാലക്കാട് മുനിസിപ്പാലിറ്റി നന്നായി കാണാൻ, പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ ജനങ്ങൾ നല്ല ക്ഷേമത്തോടുകൂടി ജീവിക്കണമെന്ന് വളരെയേറെ താല്പര്യമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ പൊതുവായ പല പ്രശ്നങ്ങളിലും ഞങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. ഇപ്രാവശ്യം ഞങ്ങൾ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നിഷ്പക്ഷമായും അതുപോലെ തന്നെ സത്യസന്ധമായും അഴിമതിരഹിതമായും പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ള 5 സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതിൽ PM ശ്രീവത്സൻ കൈകുത്തുപറമ്പ്, അതുപോലെ തന്നെ ചെമ്പകം തിരുനെല്ലായി വെസ്റ്റ്, PR സുജാത കോട്ടമൈതാനം, അതുപോലെ മുരുകണിയിൽ സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന V രവീന്ദ്രൻ, പൂളക്കാട് സ്ഥാനാർത്ഥിയായി നിൽക്കുന്ന M സുലൈമാൻ. ഇങ്ങനെ 5 പേരെയാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. തീർച്ചയായും ഇവരെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് അതൊരു മുതൽക്കൂട്ടായിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് അതുപോലെ എല്ലാ തെരഞ്ഞെടുപ്പും തന്നെ നമുക്ക് നല്ല സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്ത് നമ്മുടെ നാടിൻ്റെ ഭരണം അഴിമതിരഹിതമായും നിഷ്പക്ഷമായും ജനക്ഷേമകരമായും നടക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ തെരഞ്ഞെടുപ്പിലും പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ വോട്ടർമാർ അവരുടെ ഓരോ വാർഡുകളിലും നല്ല സ്ഥാനാർത്ഥികളെ, കഴിവുള്ളതും അതുപോലെ തന്നെ അഴിമതിരഹിതരായ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുമെന്ന പ്രത്യാശ ഞങ്ങൾക്കുണ്ട്. എല്ലാ തിരഞ്ഞെടുപ്പിലും അത് നിയമസഭയിലേക്കുള്ളതായാലും പാർലമെൻറ്റിലേക്കുള്ളതായാലും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിക്കുള്ളതായാലും സ്ഥാനാർത്ഥികളൊക്കെ വമ്പൻ വാഗ്ദാനങ്ങളുമായി വരും. പിന്നെ അത് കഴിഞ്ഞാൽ മറക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ ആ പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ കൗൺസിലറെയോ നമുക്ക് കാണാൻ കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മുടെ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം നീറുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയുണ്ട്. അതിൽ ഓരോ മെമ്പറും ശ്രദ്ധ ചെലുത്തണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ നഗരത്തിൽ നമ്മൾ റോഡിലേക്ക് ഇറങ്ങി തന്നെ ഒന്നാമത് എല്ലാ റോഡുകളിലും ഗതാഗത കുരുക്കുകളാണ്, ട്രാഫിക് കഞ്ചഷനാണ്. അത് പരിഹരിക്കാനാണ് മഞ്ഞക്കുളം ബസ് ലോറി സ്റ്റാൻഡ് എന്നൊരു പദ്ധതി കൊണ്ടുവന്നത്. അത് നമ്മുടെ പാലക്കാട് നഗരസഭയിലെ എല്ലാ മുന്നണിയിലും പെട്ട അഴിമതിക്കാരെ കൗൺസിലർമാർ അതിനെ പാരവെച്ച് ആ പദ്ധതിയെ ഇല്ലാതാക്കി. അതിൻ്റെ ദുരിതം നമ്മൾ KSRTCൻ്റെ മുന്നിൽ അനുഭവിക്കുന്നുണ്ട്, മിഷൻ സ്കൂളിൻ്റെ മുന്നിൽ അനുഭവിക്കുന്നുണ്ട്, കോർട്ട് റോഡിൽ അനുഭവിക്കുന്നുണ്ട്. എല്ലാ റോഡിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. വാസ്തവത്തിൽ ആ ഒരു പദ്ധതി വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നഗരത്തിലെ ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കാനും നമ്മുടെ വികസനം കുറച്ചുകൂടി നന്നാവുകയും ചെയ്യുമായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് റോഡിലിറങ്ങിയാൽ കാണാവുന്നതാണ് അലഞ്ഞു തിരിയുന്ന കന്നുകാലികൾ. എത്ര കാലമായി ആ പ്രശ്നത്തിന് ഇനിയും ഒരു പരിഹാരമായിട്ടില്ല. അതുപോലെ തന്നെ തെരുവ് നായ പ്രശ്നം. പാലക്കാട് മുന്നോട്ട് ഒരിക്കൽ 10-200 തെരുവ് നായകളെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ കോടതി കയറുക വരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം ഒരു സംഘടനയോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയോ തെരുവ് നായ പ്രശ്നത്തിൽ ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ജനങ്ങളുടെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. ഈ കഴിഞ്ഞ വർഷം എത്ര തവണയാണ് കൽമണ്ഡപത്തെ വാട്ടർ അതോറിറ്റി ഓഫീസിൽ പോയിട്ട് ഒതുങ്ങോട്, കള്ളിക്കാട്, അതുപോലെ തന്നെ ഇവിടെ കോട്ടമൈതാനം ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ എത്ര ആഴ്ചകളോളം വെള്ളം വരാത്തൊരവസ്ഥയുണ്ടായിരുന്നു. ഒരു നഗരത്തിലെ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെ പൗരനെ സംബന്ധിച്ചുള്ള ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ചന്ദ്രനെ പിടിച്ചു തരാം അല്ലെങ്കിൽ ഇവിടെ വിമാനം ഇറക്കാമെന്നൊന്നും പറഞ്ഞതുകൊണ്ടും കാര്യമില്ല.
അപ്പോൾ ഇത്തരം അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ അത് യഥാസമയം പരിപാലിക്കുക, അല്ലെങ്കിൽ അത് റോഡ് ശരിയാക്കി കൊടുക്കുക. അതുപോലെ മണ്ണടിഞ്ഞിട്ടും കുപ്പയടിഞ്ഞും കിടക്കുന്ന അഴുക്ക് ജാലികൾ കാലാകാലങ്ങളിൽ വൃത്തിയാക്കുക. അതൊന്നും ചെയ്യാത്തതുകൊണ്ടാണല്ലോ മഴക്കാലത്ത് പലയിടത്തും ഇപ്പോൾ റോബിൻസൺ റോഡിലും അവിടെ ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ്? സമയാസന്ദർഭങ്ങളിൽ അഴുക്ക് ജാൽ വൃത്തിയാക്കാത്തതാണ്. പക്ഷേ വോട്ടർമാരാരും ഇതൊന്നും ചോദിക്കില്ല എന്നുള്ള ധൈര്യത്തിൽ എല്ലാവരും വലിയ നെടുനെടുങ്ങൻ വാഗ്ദാനങ്ങൾ നൽകി സ്ഥലം വിടുന്നതാണ്. പക്ഷെ ഓരോ വോട്ടറും തൻ്റെ വാർഡിലെ യഥാർത്ഥ പ്രശ്നം, അല്ലെങ്കിൽ ഒരു പൗരനെ ബാധിക്കുന്ന യഥാർത്ഥ പ്രശ്നം എന്താണെന്നറിഞ്ഞ് അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. നാട്ടിലെ വാർത്താ സ്പന്ദനങ്ങൾ ഞങ്ങൾ ജനങ്ങളിലേക്കും അധികാരികളിലേക്കും എത്തിക്കുന്നു.